എൻ്റെ ഈശോയ്ക്ക് എന്നും മഹത്വം ഉണ്ടായിരിക്കട്ടെ. ബൈബിളിലെ പ്രാർത്ഥനകളാണ് നമ്മൾ കണ്ടുവരുന്നത്. നിയമാവർത്തന പുസ്തകം കഴിഞ്ഞു. ഇനി ജോഷുവയുടെ പുസ്തകത്തിൽ ജോഷുവയുടെ ഒരു പ്രാർത്ഥന കാണാം. 7-ാം അധ്യായം 7-ാം വാക്യം. ദൈവമായ കർത്താവേ, അമോര്യരുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് നശിപ്പിക്കുന്നതിന് അങ്ങ് ഈ ജനത്തെ എന്തിന് ജോർദാനിക്കരെ കൊണ്ടുവന്നു? അക്കരെ താമസിച്ചാൽ മതിയായിരുന്നു. കർത്താവേ, ഇസ്രായേൽക്കാർ ശത്രുക്കളോട് തോറ്റു പിൻവാങ്ങിയ ഈ അവസരത്തിൽ ഞാൻ എന്തു പറയേണ്ടു? കാനാന്യരും അവിടെയുള്ള മറ്റുള്ളവരും ഇത് കേൾക്കും. അവർ ഞങ്ങളെ വളയുകയും ഞങ്ങളുടെ നാമം ഭൂമുഖത്തു നിന്ന് തുടച്ചു മാറ്റുകയും ചെയ്യുമ്പോൾ അങ്ങയുടെ നാമത്തിന്റെ മഹത്വം കാക്കാൻ എന്തു ചെയ്യും? ഇതൊരു പ്രാർത്ഥന എന്നതിലുപരി ജോഷുവയുടെ നിഷ്കളങ്കമായ പരിഭവം പറച്ചിലാണ് ദൈവത്തോട്. ഉടൻ തന്നെ കർത്താവ് അതിന് ഉത്തരമരുളുന്നുമുണ്ട്. നമ്മുടെ ജീവിതങ്ങളിലും നമ്മുടെ വേദന കലർന്ന പരിഭവങ്ങൾക്ക് കർത്താവ് ഉടൻ തന്നെ ഉത്തരമരുളും. നമുക്കും പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ വേദനകളിൽ അങ്ങയുടെ നാമ മഹത്വത്തിനായി അങ്ങ് ഇടപെടണമേ. ആമേൻ.